SIT അല്ല, അതിന്റെ അപ്പുറത്തെ IT ഉണ്ടെങ്കിൽ അതും വെച്ചുകൊണ്ട് അന്വേഷിക്കണം. ഞങ്ങൾ ഈ സമരത്തിലൂടെ ഒറ്റ കാര്യമേ ആവശ്യപ്പെടുന്നു. പയ്യന്നൂരിൽ ചില സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടില്ല, വളരെ ആസൂത്രിതമായിട്ട് നടത്തിയിട്ടുള്ള അക്രമങ്ങൾ. ആ അക്രമങ്ങൾക്ക് ഉത്തരവാദികളായവർ ആരായാലും അവരെ പിടികൂടും, ആരായാലും പിടികൂടും. ഇവിടെ ചൂണ്ടിക്കാണിച്ചല്ലോ, ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിലല്ലേ ഒരു ഷെഡ് പൊളിച്ചു, തീയിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്കെതിരായിട്ടുള്ള പ്രചരണം നടന്നു. സകല സന്തോഷത്തോടെ ചൂണ്ടിക്കാണിച്ചു. പാർട്ടിക്ക് മാത്രം പണിയെടുക്കണമെങ്കിൽ ഈ പുരുഷോത്തമന്റെ ഷെഡ് മാത്രമല്ല, അതിന്റെ അടിയിലുള്ളതെല്ലാം മാന്തിയെടുക്കാൻ ശേഷിയുള്ള പാർട്ടിയാണ് പയ്യന്നൂരിലെ പാർട്ടി എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളി. പക്ഷെ അതല്ലല്ലോ ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളങ്ങനെ ഏത് വിധത്തിൽ അക്രമം നടത്താൻ നമ്മുടെ ഉദ്ദേശമുണ്ടോ? അക്രമം നടന്നിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടത് ശരിയാണ്. തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് പയ്യന്നൂരിലെ പാർട്ടിയാകെ അങ്ങ് ഒലിച്ചുപോയി തീർന്നുപോയി എന്നൊന്നും ആരും ധരിക്കണ്ട. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ ആ തീരുമാനം നല്ല നിലയിൽ നടപ്പിലാക്കാൻ വേണ്ടി കരുത്തുള്ള പാർട്ടിയാണ് പയ്യന്നൂരിലെ പാർട്ടി എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളി. ഒരു തീവ്ര ഷെഡ് കൊണ്ട് കത്തിക്കുക, എന്നിട്ട് പത്രസമ്മേളനം നടത്തിയത് പറയും. ഇത് നടത്തിയത് പിന്നിൽ PA മസൂദനാണ്, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, പയ്യന്നൂരിലെ മുൻ MLA PA മസൂദനാണ് ഇതിന് പിന്നിൽ നിന്ന് പ്രചരിപ്പിക്കുക. ഏത് ഗവൺമെന്റ് അടിസ്ഥാനത്തില് അയാൾ പത്രസമ്മേളനത്തിൽ പറയുന്നതിന്റെ ഇടയിൽ തന്നെ പറഞ്ഞല്ലോ, സാധാരണ ഷെഡില് കാവലായിട്ട് ഒരാളുണ്ടാവും, പക്ഷെ അന്നേ ദിവസം ആളുണ്ടായില്ല എന്ന് കൃത്യമായി അറിയാൻ വേണ്ടി കഴിയുന്ന ആൾക്കാർ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സന്തോഷാണോ, ജില്ലാ സെക്രട്ടറി അംഗം PA മസൂദനാണോ, മസൂദൻ അത് അന്വേഷിക്കുകയാണോ? ഇത് കൃത്യമായിട്ട് അറിയുന്ന ആളാണ്. വളരെ ആസൂത്രിതല്ലേ? ഞങ്ങൾ പയ്യന്നൂരിലെ പോലീസിനോട് ആവശ്യപ്പെടുകയാണ്, അടിയന്തരമായി കൃത്യമായ അന്വേഷണം നടത്തി SIT അല്ല, അതിന്റെ അപ്പുറത്തെ IT ഉണ്ടെങ്കിൽ അതും വെച്ചുകൊണ്ട് അന്വേഷിക്കണം. അന്വേഷിച്ച് ഉത്തരവാദികളെ പിടിക്കണം. പാർട്ടി അനാവശ്യമായിട്ട് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പാർട്ടിയെ പ്രചരണത്തിന് വിധേയമാക്കാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കില്ല. അത് ഉത്തരവാദികളായവർ ആരായാലും പിടിക്കണം. ഒരു ദിവസം കൂടെ ചൂണ്ടിക്കാണിച്ചു, ഒരാളെ പെട്ടെന്ന് ബൈക്ക് കത്തിക്കുക. ബൈക്ക് 2 ബൈക്ക് ഉണ്ടാവില്ല, പുതിയ ബൈക്ക് കൊണ്ട് പഴയ ബൈക്ക്. പഴയ ബൈക്ക് ഏതാണ്ട് ഉപേക്ഷിക്കാനായ 19 വർഷത്തോളം പഴക്കമുള്ള ബൈക്ക് വീടിന്റെ അടുത്ത് എടുത്തുകൊണ്ടുപോയി 10-50 മീറ്റർ അകലെ കൊണ്ടുപോയിട്ട് മനോഹരമായി വെച്ച് കത്തിക്കുക. ആക്രമിക്കാൻ വേണ്ടി വന്നിട്ട് ബോധപൂർവ്വം ആക്രമിക്കാൻ വേണ്ടി വരുന്ന ആളാണെങ്കിൽ ബൈക്ക് വേണ്ടിയിട്ടാകുമ്പോൾ ബൈക്ക് വീടിന്റെ അടുത്ത് കത്തിയാന്ന് സംഭവിക്കുന്നത് അവിടുത്തെ കത്തിക്കാൻ പോലെ. അപ്പൊ വീട്ടിന് കുഴപ്പമുണ്ടാവില്ല, നല്ല ബൈക്കിന് കുഴപ്പമുണ്ടാവില്ല, ഒന്നിനും കൊള്ളാത്ത ബൈക്ക് കത്തട്ടെ. കത്തിക്കഴിഞ്ഞാൽ പാർട്ടിക്കെതിരായി വാർത്ത ഉണ്ടാക്കുക. എന്താ ലക്ഷ്യം? ആസൂത്രിതമായിട്ടല്ലേ? എന്താ പോലീസ് പിടിക്കാത്ത? മറ്റൊരു ദിവസം ഒരു സ്ത്രീയുടെ വീട് നേരെ പടക്കം നോക്കുമ്പോൾ വീടിന് കൊടുക്കും. അവിടെ പരിസരത്തുള്ള ബോർഡിനാണ് കൊടുക്കും. വീടിന് കൊള്ളുന്നില്ല, പരിസരത്തുള്ള ബോർഡിന് കൊള്ളുന്നു. എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? അതും പാർട്ടിന്റെ ഉടലിൽ. എന്താ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ആ സമയത്തൊക്കെ പോലീസ് വഹായിന്റെ പോലീസാണ്, അതുകൊണ്ട് അന്വേഷിക്കാത്തതാണ്, അതുകൊണ്ടാണ് കുറ്റവാളികളെ കൈവിടാത്തത് എന്നായിരുന്നു പ്രകടനം. ഇപ്പൊ പോലീസ് ചെന്നിത്തലയുടെ പോലീസാ, സതീശന്റെ പോലീസാ. ഇവിടെയുള്ള പയ്യന്നൂരിലെ MLA P. കുഞ്ഞികൃഷ്ണന്റെ സ്വന്തം പോലീസാ. എന്താ അന്വേഷിക്കാതെ? എന്താ നടപടിയെടുക്കാൻ? പിടികൂടി കഴിഞ്ഞാൽ ആരാരാണ് കണ്ടുപിടിക്കപ്പെടുമെന്നുള്ള ഭയമാണോ?
അങ്ങനെ കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ കെട്ടിപ്പൊക്കിയ കോട്ടകളൊക്കെ തകർന്നു വീഴുമെന്ന ഭയമാണോ നിങ്ങൾ വ്യക്താക്കണം. ഓണക്കോട്ടകളുടെ മേലെയാണ് ഇയാൾ നിൽക്കുന്നത്. എല്ലാ കാലവും ഓണക്കോട്ടയാണ് നിലനിൽക്കുമെന്ന് കരുതണ്ട. ഈ നേതാക്കൾക്കെതിരായി നാട് ആദരിക്കുന്ന നേതാക്കൾക്കെതിരായി നാരായണ ഉൾപ്പെടെയുള്ള ശ്രീകൃഷ്ണ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ നടത്തിയ പ്രചരണം നിങ്ങൾ നോക്കൂ. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഫേക്ക് ഐ ഡി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രചരണം നടത്തിയത്. ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പട്ടാളത്തില് വ്യാജ പ്രചരണം ഫേക്ക് ഐ ഡിയോടെ ആ ഫേക്ക് ഐ ഡിയുടെ പ്രചരണം നടത്തിച്ചവനെ ഞങ്ങളൊരു കാര്യം പറയാം, ധൈര്യമുണ്ടെങ്കിൽ പൊതുവിടത്തിൽ വന്ന് അങ്ങനെ രണ്ട് വാക്ക് പറയാൻ വേണ്ടി ധൈര്യമുണ്ടെങ്കിൽ അറിയാൻ കാണിക്കും. അപ്പൊ ഈ പയ്യനോട് കാണിച്ചു എന്താണ് വന്നത്. അങ്ങനെ മറഞ്ഞു നിന്നിട്ട് ഉള്ളിലോട്ടുള്ള കളിയല്ലേ. എന്താ പോലീസ് പിടിക്കാത്ത? ഞങ്ങൾ പാർട്ടി ജില്ലാ കമ്മിറ്റി നടത്തിയത്, ഏരിയ കമ്മിറ്റി നടത്തിയത്, പരാതി കൊടുക്കുന്ന കാലപ്പടി എന്താ പിടികൂടെ? ഫേക്ക് ഐ ഡി എന്താ കണ്ടുപിടിക്കാൻ കഴിയില്ലേ? സൈബർ പോലീസിന് കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയില്ലല്ലേ? സൈബർ പോലീസ് അന്വേഷിച്ചാൽ ആളെ കിട്ടൂലേ? എന്തേ അന്വേഷിക്കാത്തേ? എന്തേ കണ്ടുപിടിക്കാത്തേ? ഞങ്ങൾ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്, ചെന്നിത്തലയുടെ പോലീസ് ഇത് കണ്ടുപിടിക്കുമോ?